ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ പെട്ടെന്നൊരു സോങ്ങിൻ്റെ മ്യൂസിക് കേട്ടിട്ട് അത് ഏത് സോങ് ആണ് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയും. നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വാട്സപ്പ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഫേസ്ബുക്കിലെ സ്റ്റോറികളൊക്കെ നോക്കുമ്പോൾ നമുക്ക് അതിനകത്തുള്ള മ്യൂസിക് കേൾക്കുമ്പോൾ നമുക്ക് ഇത് ഏതാണ് മ്യൂസിക്, ഏത് സോങ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉറപ്പായിട്ടും നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നും ആ സോങ് ഡൗൺലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജസ്റ്റ് ഒരു മ്യൂസിക് കേട്ടുകൊണ്ട് തന്നെ അത് ഏത് സോങ് ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ആ സോങ് നമുക്ക് കേൾക്കുവാനും നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യാനും കഴിയും. അപ്പോൾ ഇതിനുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാൻ എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് ഒന്ന് ഓപ്പൺ ആക്കി. അപ്പോൾ ഒരു പാട്ട് ഞാൻ പ്ലേ ചെയ്യുവാണ്. അപ്പോൾ ഈ പാട്ട് എനിക്ക് ഡൗൺലോഡ് ചെയ്യണം. പക്ഷേങ്കിൽ ഇത് ഏത് ആൽബമാണെന്നോ അല്ലെങ്കിൽ ഏത് സിനിമയുടെ പാട്ടാണെന്നോ ഒന്നും എനിക്കറിയില്ല. നമുക്കിത് അറിയാവുന്നൊരു പാട്ടാണെങ്കിലും ഞാൻ പറയുവാണ് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനായിട്ട് ആവശ്യമായ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുവാണ്. അപ്പോൾ ഈ സെൻറ്ററിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മൈക്രോഫോൺ വർക്കാവും. നമ്മുടെ വോയിസ് ലിസൺ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ട് നമ്മൾ ഇടുവാണെങ്കിൽ അത് ലിസൺ ചെയ്തുകൊണ്ട് ഏത് ആൽബത്തിലെയാണോ എന്നത് കാണിച്ചു തരും. ഏറ്റവും മുകളിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് സെറ്റിങ്സ് കാണാൻ കഴിയും. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് പോപ്പപ്പ് കാണാൻ കഴിയും. അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനേബിൾ ചെയ്യുമ്പോൾ നമ്മുടെ ഡിസ്പ്ലേ ഓവർ ദി ആപ്സ് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ബാക്കിലേക്ക് വരാം. ഇവിടെ നമുക്ക് പോപ്പപ്പ് ടേൺ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ചെയ്യാനുള്ളൂ. നമുക്ക് ഇനി ബാക്ക് അടിക്കാം. ഇനി നമുക്ക് ഏത് പാട്ടാണോ വേണ്ടത് അതൊന്ന് പ്ലേ ചെയ്യണം. ഞാൻ വാട്സപ്പ് ഓപ്പൺ ആക്കുവാണ്. ഓക്കെ, ഇനി ഈ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ പാട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. കണ്ടല്ലോ, അപ്പോൾ റിസൾട്ട് വന്നു. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വേറൊരു പാട്ടും കൂടി നോക്കുവാണ്. ഓക്കെ, വന്നു. നമുക്കൊന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യുന്ന ലിറിക്സും നമുക്ക് കാണുവാൻ കഴിയും. പിന്നെ നമുക്ക് ഈ പാട്ട് നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ താഴെ കാണുന്ന ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഷെയർ എന്ന് കാണാൻ കഴിയും. ആ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഈ പാട്ടിൻ്റെ ഇതിൻ്റെ ലിങ്ക് നമുക്ക് കോപ്പി ചെയ്യാൻ കഴിയും. അപ്പോൾ കോപ്പി ചെയ്തുകൊണ്ട് നമ്മുടെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുക. എന്നിട്ട് ആ പാട്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും കഴിയും. പിന്നെ ഒരു കാര്യം ഫ്രണ്ട്സ്, എല്ലാ സോങ്ങും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയണമെന്നില്ല. കാരണം നമുക്കറിയാലോ വാട്സപ്പ് സ്റ്റാറ്റസ് വരുന്നത് മിക്കതും റിമിക്സ് ആണ്. അപ്പോൾ റിമിക്സ് ചെയ്തുകൊണ്ടാക്കുന്നതൊക്കെയാണ്, ചിലവർ മേക്ക് ചെയ്യുന്നതൊക്കെ ആയിരിക്കും. അപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള സോങ് ആ മ്യൂസിക്കിൻ്റെ പുറകിലുണ്ടെങ്കിൽ ആ മ്യൂസിക് ഒരു ഒഫീഷ്യൽ സോങ്ങിൽ ഉള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇതുപോലെ കാണുവാൻ കഴിയും. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണാം.